വിരമിക്കല്ലേ ഈ സമയങ്ങളിലൊക്കെ മാർച്ചും മെയ് മാസങ്ങളൊക്കെ വിരമിക്കൽ മാസങ്ങൾ കൂടിയാണ്. അപ്പോൾ എങ്ങനെ ഈ വിരമിക്കൽ കുറച്ച് വ്യത്യസ്തമാക്കാം എന്ന ചിന്തയിൽ നിന്ന് ഉണ്ടായ ഒരു 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 പ്രദർശനത്തിലേക്കാണ്. അതായത് മിത്രവർണ്ണങ്ങൾ എന്നാണ് ഈ പ്രദർശനത്തിൻ്റെ പേര്. അത് കാലിക്കറ്റ് സർവകലാശാലയിലെ ആർട്ടിസ്റ്റും ഫോട്ടോഗ്രാഫറും ഒക്കെയായ സന്തോഷ് മിത്ര അദ്ദേഹം ആ ജോലിയിൽ നിന്ന് വിരമിക്കുകയാണ്. അപ്പോൾ എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് അദ്ദേഹം പല വസ്തുക്കൾ കൊണ്ട് ഉള്ള ശില്പങ്ങൾ, ചിത്രങ്ങളൊക്കെ അണിനിരത്തിക്കൊണ്ട് ആളുകളുടെ ഈ വിരമിക്കലിനെ ഒരു കലാസൗന്ദര്യം കൂടി അതിന് ചാർത്തി കൊടുക്കുന്നത്. കാഴ്ചയിലേക്ക്. അല്ലാതെയുള്ള ലീഫുകളുണ്ട്, വട്ടയില ലീഫുകളുണ്ട്, പിന്നെ നമ്മുടെ മുളയിൽ ചെയ്തിട്ടുണ്ട്, ബ്രാസിൽ ചെയ്തിട്ടുണ്ട്, അതേപോലെ സ്റ്റാമ്പ് പേപ്പർ മുദ്രപത്രത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 15ഓളം വിവിധ പ്രതലങ്ങളിൽ ചെയ്തിട്ടാണ്. അരുൺ അമർനാഥ് ഉണ്ട്. അരുൺ, എന്തായാലും അദ്ദേഹത്തിൻ്റെ ജോലിയല്ലേ ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫർ എന്ന നിലയിലൊക്കെ ഒരു സർവകലാശാലയിൽ പ്രവർത്തിക്കുന്നയാൾ തീർച്ചയായും അതിനെ ഏറ്റവും ഉചിതമായ രീതിയിൽ തന്നെയാണെന്ന് തോന്നുന്നു ഈ ഒരു വിരമിക്കൽ അദ്ദേഹം ആസൂത്രണം ചെയ്തത്. ഇത്രയും വ്യത്യസ്തമായ പ്രതലങ്ങൾ, വ്യത്യസ്തമായ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഒരു എന്താ പറയുക സംഗമം എന്ന് പറയാം. എങ്ങനെയാണ് ഓരോ കാഴ്ചയും ആളുകൾക്ക് കൗതുകമാകുന്നത്, അനുഭവേദ്യമാകുന്നത്? ദിവിശേട്ടൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് വ്യത്യസ്തമായ ഒരു വിരമിക്കൽ തന്നെയാണ്. ഈ 4 പതിറ്റാണ്ടായുള്ള കരിയർ അതെല്ലാം ഒറ്റയൊരു പ്രദർശനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കലാപരീക്ഷണങ്ങൾ അദ്ദേഹം പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. വെറും ഒരു വിരമിക്കലല്ല, ബാക്കിയാക്കുകയാണ്. കലയ്ക്ക് എല്ലാത്തിനും അതീതമാണെന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കലാപരീക്ഷണങ്ങൾ വീണ്ടും ഇനിയും അത് അവശേഷിക്കുന്നുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുണ്ടായിരുന്ന ഈ അദ്ദേഹത്തിന് ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. ഒപ്പം തന്നെ അദ്ദേഹം വരച്ച ചിത്രങ്ങൾ അതും നേരത്തെ പറഞ്ഞ പോലെ വിവിധ പ്രതലത്തിലാണ്. മരത്തിലും മുളയിലും ഇലയിലും ഒക്കെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ് അദ്ദേഹം വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രദർശനം അദ്ദേഹം നടത്തുന്നു. വിവിധ അംഗീകാരങ്ങൾ കൂടി അദ്ദേഹത്തെ തേടി, ലോക അംഗീകാരങ്ങൾ കൂടി അദ്ദേഹത്തെ തേടി എത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇനിയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിൽ തന്നെ ഒരു അധ്യാപകൻ എന്താണോ വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ആ രീതിയിൽ തന്നെയാണ് ഈ കലാകാരൻ ഈ ചെയ്ത ആ ജോലിയോട് അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ആ ഒരു പ്രണയവും എന്തായാലും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി അതൊരു മാതൃകയായിക്കൊണ്ട് അദ്ദേഹം പടിയിറങ്ങുന്നു എന്നുള്ളത് ഇത് തന്നെയാണ് അതിൻ്റെ സവിശേഷത. ദിവിഷേട്ട, ശരി. എന്തായാലും അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിട്ട് ഇനി പൂർണ്ണമായും എനിക്ക് തോന്നുന്നു കലയിലേക്കല്ലേ കൂടുതൽ ഇഴുകിച്ചേരാനുള്ള സമയമായിരിക്കും. സന്തോഷ് മിത്രയ്ക്ക് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ കൂടി നമ്മൾ നേരുകയാണ്. ശരി അരുണേ.